നമസ്കാരം, ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കട്ടപ്പനയും പരിസര പ്രദേശങ്ങളും ഒക്കെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പോകാം വീഡിയോയിലേക്ക്. കട്ടപ്പന സത്യത്തിൽ ഹൈറേഞ്ചിൻ്റെ തലസ്ഥാനമാണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരം. ഇടുക്കി ജില്ലയിലെ 2 മുനിസിപ്പാലിറ്റികളിലൊന്ന് കട്ടപ്പനയാണ്. കട്ടപ്പനയെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്നത് ചെറുപ്പകാലത്ത് പഠിക്കാൻ പോകുന്ന സമയത്താണ്. അതിലെ പ്രധാന ഓർമ്മ മണിക്കൂറുകളോളമുള്ള കാത്തുനിൽപ്പ് തന്നെ. എന്താണ് കാത്തു നിൽക്കുന്നതെന്നല്ലേ? ബസ് തന്നെ, വേറെന്താ. അന്നത്തെ ബസ് സ്റ്റാൻഡ് മുകൾ ഭാഗത്താണ്. ഇപ്പോൾ പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ആ സ്ഥലം തന്നെ. ആ സമയത്ത് KSRTC ബസ്സുകൾ നന്നേ കുറവാണ് എന്ന് പറഞ്ഞാൽ പോരാ, തീരെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഗതാഗതത്തിന് ആശ്രയം പ്രൈവറ്റ് ബസ്സുകൾ മാത്രം. എൻ്റെ യാത്രകൾ പ്രധാനമായും കോട്ടയം ഭാഗത്തേക്കും എറണാകുളം ഭാഗത്തേക്കുമായിരുന്നു. എല്ലാ യാത്രയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്താവളം കട്ടപ്പന തന്നെ. പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം ധാരാളം സമയം കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് കട്ടപ്പന ബസ് സ്റ്റാൻഡിലെ ബസ് അനൗൺസ്മെൻ്റ് ഒരു കൗതുകമായിരുന്നു. ബെന്നി എന്നോ മറ്റോ ആണ് ആ അനൗൺസറുടെ പേര്. പ്രത്യേക താളത്തിൽ പറയുന്ന ആ അനൗൺസ്മെൻ്റ് കേട്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടി ഉയരത്തിലാണ് കട്ടപ്പന സ്ഥിതി ചെയ്യുന്നത്. കട്ടപ്പനയുടെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കുരുമുളക്, ഏലം, കാപ്പി, കൊക്കോ മുതലായ കൃഷിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. 1980കളുടെ മധ്യത്തിലാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതലായി നടന്നു വന്നത്. 1964ലാണ് കട്ടപ്പന പഞ്ചായത്ത് രൂപീകൃതമാവുന്നത്. അതുവരെ ഈ പ്രദേശം ഉപ്പുതറ പഞ്ചായത്തിൻ്റെ പരിധിയിലായിരുന്നു. ഒരു കാലത്ത് പുല്ലുമേഞ്ഞ കുടിലുകളും ഏലക്ക, കുരുമുളകൊക്കെ സൂക്ഷിക്കാനുള്ള ഗോഡൗണുകളും മാത്രമാണ് ഈ പ്രദേശത്തുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് കട്ടപ്പന മലഞ്ചരക്ക് വ്യവസായത്തിൻ്റെ തലസ്ഥാനം എന്ന രീതിയിൽ വളർന്നത്. സർക്കാരിൻ്റെ കണക്കു പ്രകാരം ഏറ്റവും കൂടുതൽ ആസൂത്രണ ധനം കൈകാര്യം ചെയ്യുന്ന നഗരസഭകളിലൊന്നാണ് കട്ടപ്പന. നാണ്യവിളകളുടെ വിലയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് കട്ടപ്പനയുടെ സാമ്പത്തികാവസ്ഥ ഇന്നും നിലനിൽക്കുന്നത്. 1940കൾ വരെ കട്ടപ്പന ആദിവാസി മേഖലയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മന്നാൻ, ഊരാളി ഗോത്രങ്ങളായിരുന്നു ഇവിടെ അധിവസിച്ചിരുന്നത്. നാട്ടിൻപുറങ്ങളിൽ നിന്ന് കുടിയേറ്റം ആരംഭിച്ചതോടെ ആദിവാസികൾ ഈ പ്രദേശം വിട്ടൊഴിയാൻ തുടങ്ങി. 1951ലാണ് വ്യാപകമായ കുടിയേറ്റം നടക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ കുടിയേറി. പ്രതികൂലമായ കാലാവസ്ഥയും മനുഷ്യജീവിതത്തിന് പറ്റാത്ത ചുറ്റുപാടുകളുമാണ് നിലനിൽക്കുന്നതെന്ന് കണ്ട് ആദ്യ കേരള സർക്കാർ കുടിയേറ്റക്കാരെ കുടിയിറക്കുവാൻ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. മണ്ണിൻ്റെ മക്കളല്ലേ അവർ, ഈ പോരാട്ടങ്ങളൊക്കെ എത്ര കണ്ടതാ. എത്ര ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടും കർഷകർ തങ്ങൾ വെട്ടിപ്പിടിച്ച മണ്ണ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പിന്നീട് കുറേ കാലത്തേക്ക് സമര പരമ്പരകളുടെ കാലഘട്ടമായിരുന്നു. ദുസ്സഹമായ കാലാവസ്ഥയോടും വന്യജീവികളോടും അവർ പടവെട്ടി. സാംക്രമിക രോഗങ്ങളോട് അവർ പോരാടി. അങ്ങനെ അവർ ഒരു കാർഷിക സംസ്കൃതി രചിച്ചു. കട്ടപ്പനയ്ക്ക് 50 വർഷത്തെ ചരിത്രം മാത്രമേ ഇന്ന് അറിയപ്പെടുന്നുള്ളൂ. കുടിയേറ്റത്തിന് മുമ്പുള്ള ചരിത്രം ലഭ്യമല്ല. ചരിത്രാതീത കാലം മുതൽ ആളുകൾ കട്ടപ്പന ഗവൺമെൻറ് കോളേജ് ഇരിക്കുന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളും ഈ വാദത്തെ ശരിവെക്കുന്നു. അടുത്തു തന്നെയുള്ള തോടും കുന്നുകളും അവിടെ ഒരു ജനസംസ്കൃതി ജീവിച്ചിരിക്കാൻ സാധ്യത കൂട്ടുന്നു. അവിടെ നിന്ന് ലഭിച്ച ശിലായുഗ ഉപകരണങ്ങൾ നൂറ്റാണ്ടുകളുടെ പഴക്കം ചെന്നവയാണ്. ഇന്നും കാണാവുന്ന വലിയ നന്നങ്ങാടികൾ ഇതിന് തെളിവാണ്. ബഡീസെ, കട്ടപ്പനയ്ക്ക് അടുത്ത് പ്രകൃതി രമണീയമായ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് കേട്ടോ. കല്യാണത്തണ്ട്, അഞ്ചുരുളി, നിർമ്മല സിറ്റി, അമ്പലപ്പാറ, മേട്ടുകുഴി, നരിയമ്പാറ. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പറഞ്ഞ ഒരു ബസ്സിൻ്റെ റൂട്ടാണെന്ന്. ഒരിക്കലുമല്ല സുഹൃത്തുക്കളെ, ഒരിക്കലുമല്ല. ഇത് കട്ടപ്പനയ്ക്ക് അടുത്തുള്ള കുറച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഇതിൽ പറയുന്ന കല്യാണത്തണ്ട് എന്ന പ്രദേശത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാൽവരി മൗണ്ട് എന്ന പ്രദേശം അറിയപ്പെടുന്നത് കല്യാണത്തണ്ട് എന്ന് തന്നെയാണ്. ആ വീഡിയോ കാണാത്ത ബഡ്ഡീസ് പഴയ വീഡിയോ എടുത്തൊക്കെ ഒന്ന് കാണണേ. അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബഡ്ഡീസെ, 5 മിനിറ്റുള്ള ഈ ചെറിയ വീഡിയോയിൽ കട്ടപ്പനയുടെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല കേട്ടോ. ഇടുക്കിയുടെ ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയൊക്കെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം. ക്യാമറയുടെ ക്ലാരിറ്റി കുറവെന്ന പ്രശ്നം ഈ വീഡിയോ കൊണ്ട് പരിഹരിച്ചിട്ടുണ്ടോ എന്ന് പറയണേ. അപ്പോൾ ബഡ്ഡീസെ, ഇടുക്കി ബഡ്ഡിയുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുവാണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് പറയണേ. എന്നാലേ നമ്മുടെ വീഡിയോ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളും ഒക്കെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ.
യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക്